ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 8ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 3 അധ്യായം 2 ബ്രേക്കിംഗ് ന്യൂസ്. ഈ അധ്യായത്തിൽ നമ്മൾ KR മീരയുടെ ആരാച്ചാർ എന്ന നോവലിൽ നിന്നുള്ള ഒരു ഭാഗമാണ് പഠിക്കുന്നത്. ഇതൊരു വലിയ ബൃഹത്തായിട്ടുള്ള ഒരു നോവലാണ്. അത്യാവശ്യം ഒരുപാട് പേജുകളുള്ള ഒരു നോവലാണ്. ഈ നോവൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് മാധ്യമം ആഴ്ചപ്പതിപ്പിലായിരുന്നു. പിന്നീട് DC ബുക്സ് ഇതിനെ വലിയൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിലെ ഭാഷയും അത്യാവശ്യം പ്രയാസമുള്ള ഒരു ഭാഷയാണ്. കുട്ടികളായ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുന്നതിന് ചെറിയ പ്രയാസമൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ഈ നോവൽ വായിക്കണം എന്ന് താല്പര്യമുള്ള കുട്ടികൾ സ്കൂൾ ലൈബ്രറിയിൽ ഉണ്ടെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാത്തവർ തൽക്കാലം ഇതിൻ്റെ കഥ എന്താണ്, ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. എന്നിട്ട് ഈ പാഠഭാഗം നന്നായി വായിച്ച് പഠിച്ച് അതുമായി ബന്ധപ്പെട്ട് നിന്ന് തന്നെ ഉത്തരങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഈ പാഠഭാഗത്തിൻ്റെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളുമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. വീഡിയോ മുഴുവനായി കാണാനും ഉത്തരമാതൃകകൾ എഴുതിയെടുത്ത് പഠിക്കാനും ശ്രദ്ധിക്കുക. പാഠഭാഗത്തിൻ്റെ വിശകലനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്താണ് ഈ നോവലിൻ്റെ പശ്ചാത്തലം എന്ന് ഞാനൊന്ന് പറയാം. ഈ നോവൽ നടക്കുന്നത് കൊൽക്കത്തയുടെ പശ്ചാത്തലത്തിലാണ്, ബംഗാളിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഈ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ ചേതന ഗൃത മല്ലിക് ജീവിക്കുന്നത് ബംഗാളിലാണ്. ചേതനയുടെ അച്ഛനും അദ്ദേഹത്തിൻ്റെ മുൻതലമുറക്കാരുമെല്ലാം ആരാച്ചാർമാരായിരുന്നു. ആരാണ് ആരാച്ചാർ? കോടതി ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോൾ അത് നടപ്പിലാക്കുന്ന മനുഷ്യരെയാണ് ആരാച്ചാർമാരെന്ന് പറയുക. അതിനുവേണ്ടി ആ ജോലി ചെയ്യുന്നവരെയാണ് ആരാച്ചാർമാരെന്ന് പറയുക. അങ്ങനെയുള്ള ആരാച്ചാർമാരുടെ പരമ്പരയിലെ അവസാനത്തെ കണ്ണി, അല്ലെങ്കിൽ ഈ പരമ്പരയിലെ കണ്ണിയാണ് ചേതന ഗൃത മല്ലിക്. ചേതനയുടെ അച്ഛനായിട്ടുള്ള ഫണിഭൂഷൺ ഗൃത മല്ലിക് എന്ന് പറയുന്ന അദ്ദേഹവും ആരാച്ചാർ തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ 88 വയസ്സുണ്ട്. ഈ ഒരു പ്രവൃത്തി ചെയ്യത്തക്ക രീതിയിലുള്ള ആരോഗ്യമൊന്നും അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ചേതനയെ മുഖ്യ ആരാച്ചാരുടെ സഹായിയായി നിയമിച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സഞ്ജീവ് കുമാർ മിത്ര എന്ന് പറയുന്ന കഥാപാത്രം. അയാളൊരു ന്യൂസ് റിപ്പോർട്ടറാണ്. പ്രധാനപ്പെട്ട ഒരു ന്യൂസിൻ്റെ റിപ്പോർട്ടറാണ് അയാൾ. ഒരു ചാനലിൻ്റെ റിപ്പോർട്ടറാണ് അയാൾ. ചേതനയുടെ കുടുംബത്തെ സമീപിച്ച് ചേതനയുടെ ആരാച്ചാർ ആകുന്ന ദിവസം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് ചാനലിലൂടെ പുറം ലോകത്തെ അറിയിക്കാൻ ഇവരുടെ കുടുംബത്തെ സമീപിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങളെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഇനി എന്താണ് ഇതിൻ്റെ കഥയുടെ ഒരു പശ്ചാത്തലം എന്ന് ചോദിച്ചാൽ, ചേതന ഗൃത മല്ലികിനെ ഗവൺമെന്റ് തൂക്കിക്കൊലയ്ക്ക് വേണ്ടി നിയമിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി അവർ ചേതനയ്ക്ക് പരിശീലനം നൽകുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ ആരാച്ചാർ ആകുന്നു എന്നത് വലിയ ഒരു ന്യൂസായി തീരുകയും ലോക മാധ്യമങ്ങൾ മുഴുവൻ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ സഞ്ജീവ് കുമാർ മിത്രയുടെ ചാനലിലേക്ക് മാത്രമായിട്ട്, അതായത് CNC എന്ന് പറയുന്ന ചാനലിലേക്ക് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായി ഈ വാർത്ത കിട്ടുന്നതിനായി സഞ്ജീവ് കുമാർ മിത്ര ചേതന ഗൃത മല്ലികിനെയും അവരുടെ അച്ഛനെയും സമീപിക്കുകയും അവരുടെ അടുത്തുകൂടി സ്നേഹമൊക്കെ നടിച്ച് ഈ വാർത്ത എക്സ്ക്ലൂസീവായി അവരുടെ ചാനലിൽ മാത്രം കിട്ടുന്ന രീതിയിലേക്ക് അവരെ പറഞ്ഞ് വശംവദരാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ചേതന ഇയാളുടെ സമീപനത്തെ സ്നേഹമെന്നും പ്രണയമെന്നും ഒക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ചേതനയുടെ അച്ഛൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നുകിൽ ഇയാൾ ഇവളെ കല്യാണം കഴിച്ചാൽ അവരുടെ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്നുള്ള ചിന്ത, മറ്റൊന്ന് ചേതനയ്ക്ക് ഒരു ജോലി, സർക്കാർ ജോലി എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം. അപ്പോൾ ഇത് രണ്ടും കൊണ്ടാണ് ഗൃത മല്ലിക് മകളെ ആരാച്ചാറാകാൻ നിർബന്ധിക്കുന്നത്. അങ്ങനെ ചേതന ആരാച്ചാറായിട്ട് മാറാൻ തീരുമാനിക്കുകയാണ്. തുടർന്ന് അവൾക്ക് പരിശീലനമൊക്കെ കിട്ടുന്നു. സഞ്ജീവ് കുമാർ മിത്രയുടെ ചാനലിലൂടെ ദിവസവുമുള്ള വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നു. നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ച് അതിനുശേഷം വിശകലനത്തിലേക്ക് കടക്കാം. പാഠഭാഗത്തിന് മുന്നോടിയായി കുറച്ച് വരികൾ നൽകിയിട്ടുണ്ട്, അതുകൂടി നോക്കുക. നടക്കാൻ തീരുമാനിച്ചാൽ കാലുകളെ വിശ്വസിക്കണം. പറക്കാൻ തീരുമാനിച്ചാൽ ചിറകുകളെ വിശ്വസിക്കണം. ജീവിക്കാൻ തീരുമാനിച്ചാൽ, അതായത് ഒരു മനുഷ്യന് ആത്യന്തികമായി വേണ്ടുന്നത് അവനവനോട് തന്നെയുള്ള വിശ്വാസമാണ്. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ബന്ധങ്ങളിലും മനുഷ്യരിലും പ്രസ്ഥാനങ്ങളിലും ഒക്കെ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. പക്ഷേ അവയെ മാത്രം വിശ്വസിച്ചുകൊണ്ട്, ഏതെങ്കിലും ആൾക്കാരെ മാത്രം വിശ്വസിച്ചുകൊണ്ട്, അവരെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് എല്ലാ കാലവും ജീവിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് സ്വന്തമായി പ്രയത്നിക്കാനുള്ള ഒരു മനസ്സും നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസവും ഉണ്ടായിരിക്കണം എന്നാണ് ഈ വരികളുടെ അർത്ഥം. നമുക്കിതിനെ പാഠഭാഗവുമായി ചേർത്ത് വായിക്കാൻ സാധിക്കും. ഇതിൽ ചേതന ഗൃത മല്ലിക് എന്ന് പറയുന്ന പെൺകുട്ടി ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു. അമ്മയോടും ജ്യേഷ്ഠനോടും ഒക്കെ സ്നേഹമുള്ള, അച്ഛനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. എന്നാൽ അവൾക്ക്
ആരാച്ചാർ ആവുക എന്നൊരു നിയോഗം ഉണ്ടാകുമ്പോൾ അവൾ വിശ്വസിക്കുന്നത് അവളിൽ തന്നെയാണ്. എന്നെക്കൊണ്ട് ഈ ജോലി ചെയ്യാൻ സാധിക്കും, സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയാത്തതായി മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ള ഒരു വിശ്വാസം കൂടി അവളുടെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് ഈ നോവൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതും കൂടി മനസ്സിൽ വെച്ച് വേണം നാം ഈ വരികളെ വിശകലനം ചെയ്യേണ്ടുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഈ പാഠഭാഗം ഒന്ന് വായിക്കാം, അതിനുശേഷം ഇത് വിശകലനം ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക. ബ്രേക്കിംഗ് ന്യൂസ്. ജയിലിൽ നിന്ന് ഞങ്ങൾ പുറത്തു കടന്നത് ക്യാമറയുടെ ലെൻസിലേക്കാണ്. ഞാനും അച്ഛനും ഇറങ്ങിച്ചെല്ലുന്നത് ഷൂട്ട് ചെയ്യാൻ സഞ്ജീവ് കുമാറിന്റെ ക്യാമറാമാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. സഞ്ജീവ് കുമാർ മിത്ര പോക്കറ്റിൽ നിന്ന് ഒരു പൗഡർ ചെപ്പെടുത്ത് അതിലെ കണ്ണാടിയിൽ നോക്കി പൗഡർ തേച്ച് മുഖം മിനുക്കി ചീപ്പെടുത്ത മുടി ചീകി ക്യാമറാമാന്റെ കയ്യിൽ നിന്ന് മൈക്കെടുത്ത് സംസാരിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ലോകത്താദ്യമായി ഒരു സ്ത്രീ ആരാച്ചാർ തസ്തികയിൽ നിയമിതയായിരിക്കുകയാണ്. ബംഗാളിലെ പ്രശസ്ത ആരാച്ചാർ ഫണിഭൂഷൺ ഘൃത മല്ലിക്കിന്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് സർക്കാർ മല്ലിക്കിന്റെ മകൾ ചേതന ഘൃത മല്ലിക്കിനെ ആരാച്ചാർ തസ്തികയിൽ നിയമിച്ചു കഴിഞ്ഞു. നിയമന ഉത്തരവ് കൈപ്പറ്റിയ ചേതന ഘൃത മല്ലിക് ജയിൽ IGയെയും ആലിപ്പൂർ കറക്ഷണൽ ഹോം സൂപ്രണ്ടിനെയും സന്ദർശിക്കുകയും തൂക്കിക്കൊല്ലയുടെ തയ്യാറെടുപ്പുകളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കുകയും ചെയ്തു. ജയിലിൽ നിന്ന് ചേതനയും പിതാവും പുറത്തുകടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേതന ഘൃത മല്ലിക് ഉയർന്ന മാർക്കോടെ +2 പാസ്സായിട്ടുണ്ട്. ചേതനാദി CNCയിലേക്ക് സ്വാഗതം. എന്തു പറയുന്നു പുതിയ ജോലിയെപ്പറ്റി? ആരാച്ചാരായി ജോലി ചെയ്യാൻ പേടി തോന്നുന്നുണ്ടോ? സഞ്ജീവ് കുമാർ ഓർക്കാപ്പുറത്ത് എന്നോട് ചോദിച്ചു. ഞങ്ങൾ ഘൃത മല്ലിക്കുമാർക്ക് പേടി എന്താണെന്ന് അറിയില്ല. ഞാൻ ആലോചിക്കാതെ വേഗം ഉത്തരം പറഞ്ഞു. അച്ഛൻ അത് കേട്ട് വിടർന്നു ചിരിച്ചു. ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ടോ? ഇത് മുഴുവൻ ലോകത്തെയും സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ്. നിങ്ങൾ ആരാച്ചാരായാൽ മുഴുവൻ സ്ത്രീകൾക്കും അഭിമാനിക്കാൻ സാധിക്കുമെന്ന് പറയുന്നതിന് അടിസ്ഥാനമുണ്ടോ? സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ജോലിയൊന്നുമില്ലെന്ന് ഇതോടെ തെളിയിക്കപ്പെടും. നിങ്ങളൊരു ഫെമിനിസ്റ്റ് ആണോ? എനിക്കറിഞ്ഞുകൂടാ. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ആ ഉത്തരം അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. താനൊരു ഫെമിനിസ്റ്റ് ആണോ എന്ന ചോദ്യം നമുക്ക് നേരെ ഉയർത്തിക്കൊണ്ടാണ് ചേതന ഘൃത മല്ലിക് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക വനിതാ ആരാച്ചാർ എന്ന ജോലി ഏറ്റെടുക്കാനൊരുങ്ങുന്നത്. ചരിത്രത്തിലാദ്യമായി വളയിട്ട കൈകൾ ഒരുക്കുന്ന കുടുക്ക് കഴുത്തിലണിഞ്ഞ് കാലപുരി പോകുവാനുള്ള ഭാഗ്യം അതോടെ യതീന്ദ്രനാഥ് ബാനർജിക്ക് കൈവന്നിരിക്കുകയാണ്. പ്രേക്ഷകരോട് ഒരു കാര്യമറിയിക്കാൻ CNC ചാനലിന് അഭിമാനമുണ്ട്. യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇനി ചേതന ഘൃത മല്ലിക് CNC ചാനലിന്റെ കൂടെ തന്നെ ഉണ്ടാകും. കാത്തിരിക്കുക. നാളെ 7:30 ബുള്ളറ്റിനിൽ യതീന്ദ്രനാഥ് ബാനർജിയെക്കുറിച്ച് പ്രത്യേക പരിപാടി. തുടർന്ന് ജൂൺ 1-ാം തീയതി മുതൽ എല്ലാ ദിവസവും യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല സംബന്ധിച്ച ഒരുക്കങ്ങളെക്കുറിച്ച് മുഖ്യ ആരാച്ചാരുടെ സഹായിയായി നിയമിതയായ ചേതന ഘൃത മല്ലിക് അന്നുള്ള പുതിയ വിവരങ്ങൾ നൽകും. ഓർക്കുക, ചേതന ഘൃത മല്ലിക് നിങ്ങളുടെ CNC ചാനലിൽ മാത്രം. ആലിപ്പൂർ കറക്ഷണൽ ഹോമിന് മുമ്പിൽ നിന്ന് ക്യാമറാമാൻ അതുൽ കിഷൻ ചന്ദ്രയോടൊപ്പം സഞ്ജീവ് കുമാർ മിത്ര. ആരാച്ചാർ KR മീര. നമുക്കിനി ഈ പാഠഭാഗത്തിന്റെ വിശകലനത്തിലേക്ക് കടക്കാം. നോക്കൂ, ജയിലിൽ നിന്ന് ഞങ്ങൾ പുറത്തു കടന്നത് ക്യാമറയുടെ ലെൻസിലേക്കാണ്. ഞാനും അച്ഛനും ഇറങ്ങിച്ചെല്ലുന്നത് ഷൂട്ട് ചെയ്യാൻ സഞ്ജീവ് കുമാറിന്റെ ക്യാമറാമാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. ഇത് നമ്മളിപ്പോൾ TV-യിലൊക്കെ കാണുന്നതാണല്ലേ. എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ വീടിന് പുറത്തേക്ക് അല്ലെങ്കിൽ ഓഫീസിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകര് ചുറ്റും വന്നിങ്ങനെ കൂടി നിൽക്കുന്ന കാഴ്ച. അപ്പോൾ അതുപോലെ തന്നെ ചേതനയും പുറത്തേക്ക് ഇറങ്ങുന്നത് കാത്ത് സഞ്ജീവ് കുമാറും അയാളുടെ ക്യാമറാമാനും തക്കം പാർത്തിരിക്കുകയായിരുന്നു. സഞ്ജീവ് കുമാർ മിത്ര പോക്കറ്റിൽ നിന്ന് ഒരു പൗഡർ ചെപ്പെടുത്ത് അതിലെ കണ്ണാടിയിൽ നോക്കി പൗഡർ തേച്ച് മുഖം മിനുക്കി ചീപ്പെടുത്ത് മുടി ചീകി ക്യാമറാമാന്റെ കയ്യിൽ നിന്ന് മൈക്കെടുത്ത് സംസാരിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഒരു റിപ്പോർട്ടർ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് വരുത്തുന്ന ഒരുക്കങ്ങളും മാനറിസങ്ങളും ഒക്കെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ലോകത്തിലാദ്യമായി ഒരു സ്ത്രീ ആരാച്ചാർ തസ്തികയിൽ നിയമിതയായിരിക്കുകയാണ്. ബംഗാളിലെ പ്രശസ്ത ആരാച്ചാർ ഫണിഭൂഷൺ ഘൃത മല്ലിക്കിന്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് സർക്കാർ മല്ലിക്കിന്റെ മകൾ ചേതന ഘൃത മല്ലിക്കിനെ ആരാച്ചാർ തസ്തികയിൽ നിയമിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്താണ് ഈ ഫണിഭൂഷൺ ഘൃത മല്ലിക് മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ എന്ന്. 2 ഡിമാൻഡുകളാണ് അദ്ദേഹം ഗവൺമെന്റിന് മുന്നിലേക്ക് വെച്ചത്. ഒന്ന്, ഈ തൂക്കിക്കൊല കഴിയുമ്പോൾ മകൾക്ക് സർക്കാർ തന്നെ ഒരു ജോലി കൊടുക്കണം. മറ്റൊന്ന്, മകളുടെ പേരോ മറ്റ് വിവരങ്ങളോ ഒന്നും തന്നെ വെളിപ്പെടുത്താൻ പാടില്ല, പുറമേക്ക് പരസ്യപ്പെടുത്താൻ പാടില്ല. എന്നിങ്ങനെ 2 നിബന്ധനകൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഘൃത മല്ലിക്കിന് ചേതനയെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട്. മകന്റെ പേര് രാമു എന്നാണ്.
ഗൃദ്ദ മല്ലിക് കരുതിയിരുന്നത് തനിക്ക് ശേഷം തന്റെ മകൻ ഈ ജോലിയിലേക്ക് വരും, അല്ലെങ്കിൽ മറ്റൊരു നല്ല ഉയർന്ന ഉദ്യോഗത്തിലേക്ക് പോകും എന്നാണ് കരുതിയിരുന്നത്. ഈ സംഭവം നടക്കുന്നതിന് വളരെ നാളുകൾക്ക് മുമ്പ്, അതായത് ഗൃദ്ദ മല്ലിക്കിന്റെ മധ്യവയസ്സിൽ എന്ന് പറയാം, ഇപ്പോൾ അയാൾക്ക് 88 വയസ്സോളം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനേക്കാളൊക്കെ ഒത്തിരി മുൻപ് ഈ രാമു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഗൃദ്ദ മല്ലിക് ഒരു ചെറുപ്പക്കാരനെ തൂക്കിക്കൊന്നിരുന്നു. അയാളുടെ പേര് അമർത്യ ഘോഷ് എന്നാണ്. ഈ തൂക്കിക്കൊലയുടെ തലേ ദിവസം അമർത്യ ഘോഷിന്റെ മാതാപിതാക്കൾ ഗൃദ്ദ മല്ലിക്കിനെ വന്ന് കണ്ട് കാല് പിടിക്കുന്നുണ്ട്, ഞങ്ങളുടെ മകനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് കാല് പിടിക്കുന്നുണ്ട്. പക്ഷേ ഗൃദ്ദ മല്ലിക്കിന് അവരുടെ അപേക്ഷ സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ഈ തൂക്കിക്കൊല നടത്തുന്ന വെറുമൊരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് ഗൃദ്ദ മല്ലിക്. അപ്പൊ ഗൃദ്ദ മല്ലിക്കിന് മാത്രമായി തൂക്കിക്കൊല ഒഴിവാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം അതിനെ നിരാകരിക്കുന്നു, എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് നിരാകരിക്കുന്നു. ഇതിന്റെ വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ട് അമർത്യ ഘോഷിന്റെ പിതാവ് രാമുദ, അതായത് അയാളുടെ മകനെ, ഗൃദ്ദ മല്ലിക്കിന്റെ മകനെ പിന്തുടർന്ന് അയാളെ അപകടപ്പെടുത്തി അയാളുടെ കാലുകളും മറ്റും വെട്ടിക്കളയുന്നുണ്ട്. ആ സംഭവം ഓർത്തുകൊണ്ടാണ് ഗൃദ്ദ മല്ലിക് ആരാച്ചാർ തസ്തികയിലേക്ക് വരുന്ന തന്റെ മകളുടെ പേരും വിലാസവും മറ്റ് വിവരങ്ങളും ഒന്നും വെളിപ്പെടുത്തരുത് എന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ 2 നിബന്ധനകൾ. അടുത്ത് നോക്കൂ. നിയമന ഉത്തരവ് കൈപ്പറ്റിയ ചേതന ഗൃദ്ദ മല്ലിക് ജയിൽ IGയെയും ആലിപൂർ കറക്ഷണൽ ഹോം സൂപ്രണ്ടിനെയും സന്ദർശിക്കുകയും തൂക്കിക്കൊലയുടെ തയ്യാറെടുപ്പുകളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കുകയും ചെയ്തു. നമ്മൾ ഈ കരുതും പോലെ ഒരു കുറ്റവാളിയെ തൂക്കിക്കൊല്ലുന്നതിന് മുൻപ് അയാളെ ഇങ്ങനെ കൊണ്ടുവന്ന് കയറ് കഴുത്തിലിട്ട് വെറുതെ ആ ലിവർ പിടിച്ച് വലിക്കുക മാത്രമല്ല ചെയ്യുന്നത്. അതിനു മുൻപ് ഒരുപാട് തയ്യാറെടുപ്പുകളുണ്ട്. ആ തയ്യാറെടുപ്പുകളെ കുറിച്ച് ഈ നോവലിനകത്ത് വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. കയറ് തിരഞ്ഞെടുക്കുന്നത്, കയറ് പിരിക്കുന്നത്, കുരുക്ക് തയ്യാറാക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏത് രീതിയിലായിരിക്കണം, എത്ര ഉയരത്തിലായിരിക്കണം കയറ്, കുടുക്ക് എങ്ങനെ കെട്ടണം, കഴുത്തിന്റെ ഏത് ഭാഗത്തിൽ വരണം, ഇങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഈ നോവലിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരാൾ പരിശീലിച്ചു മാത്രം ചെയ്യേണ്ടുന്നതാണ്. അപ്പോൾ ആദ്യഘട്ട പരിശീലനം എന്ന് പറയുന്നത് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ഗൃദ്ദ മല്ലിക് മകളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് നോവലിൽ നിന്ന് മനസ്സിലാക്കാം. ജയിലിൽ നിന്ന് ചേതനയും പിതാവും പുറത്തു കടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേതന ഗൃദ്ദ മല്ലിക് ഉയർന്ന മാർക്കോടെ +2 പാസ്സായിട്ടുണ്ട്. ചേതനാദി CNCയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ പറയുന്നത് എന്താണ്? ചേതന ഗൃദ്ദ മല്ലിക് ഉയർന്ന മാർക്കോടുകൂടി +2 പാസ്സായിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ +2 പാസ്സായിട്ട് കൂടിയും ഒരു ജോലിയിലും പ്രവേശിക്കാൻ ചേതനയ്ക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. ചേതനയുടെ കുടുംബമാകട്ടെ കടുത്ത ദാരിദ്ര്യത്തിലും പിന്നെ കഷ്ടപ്പാടിലുമൊക്കെയാണ് ജീവിച്ചു പോരുന്നത്. അച്ഛന് ജോലിയില്ല, സഹോദരനാകട്ടെ ഇങ്ങനെ കൈകാലുകളില്ലാതെ കിടപ്പ് രോഗിയായി കഴിയുന്നു. പിന്നെയുള്ളതൊരു മുത്തശ്ശിയും അമ്മയും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്നത് അവരെ വളരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിക്ക്, ഒരു ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ജോലി ഏറ്റെടുക്കേണ്ടി വരുന്നത്. അതിനെപ്പോലും സിമ്പതിക്ക് വേണ്ടി വളച്ചൊടിക്കുന്ന, ഉപയോഗിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ഒരു സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചേതനാദി CNCയിലേക്ക് സ്വാഗതം. ഈ ദി എന്ന് പറഞ്ഞാൽ ചേച്ചി, സഹോദരി എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ ബഹുമാനത്തോടുകൂടി വിളിക്കുന്നതാണ്. CNCയിലേക്ക് സ്വാഗതം. എന്ത് പറയുന്നു പുതിയ ജോലിയെപ്പറ്റി? ആരാച്ചാരായി ജോലി ചെയ്യാൻ പേടി തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യങ്ങളാണല്ലേ. നമുക്കറിയാം, ഏതെങ്കിലും ഒരു ജോലി ഏറ്റെടുത്ത ശേഷം ഒരു മുറിയിൽ നിന്നോ ഒരു ഓഫീസിൽ നിന്നോ പുറത്തേക്ക് വരുന്ന ഒരാളോട് സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ചോദിക്കാറുള്ള ചോദ്യം. സഞ്ജീവ് കുമാർ ഓർക്കാപ്പുറത്ത് എന്നോട് ചോദിച്ചു. ഓർക്കാപ്പുറത്തെന്ന് വെച്ചാൽ വിചാരിച്ചിരിക്കാതെ അപ്രതീക്ഷിതമായി ചോദിച്ചു. ഞങ്ങൾ ഗൃദ്ദ മല്ലിക്കുമാർക്ക് പേടി എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ പറയാൻ കാരണം ചേതന ഗൃദ്ദ മല്ലിക്കിന്റെ ഒരുപാട് തലമുറ മുൻപുള്ള ആൾക്കാർ മുതൽ, അതായത് ഈ നോവലിൽ പറയുന്നത് BC 400കൾക്ക് മുമ്പ് മുതലേ ഉള്ള കഥയാണ്. അപ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾ എന്നുള്ള കണക്ക് വേണം നിങ്ങൾ എടുക്കാൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നതിനും ഒക്കെ എത്രയോ മുൻപ് ഇവർ ഈ പണി ചെയ്തിരുന്നവരാണ്. രാജഭരണമൊക്കെ ഉണ്ടായിരുന്ന കാലത്തും കാട്ടാള നിയമം ഉണ്ടായിരുന്ന കാലത്തും ഒക്കെ ഈ തൂക്കിക്കൊല എന്ന് പറയുന്ന ഒരു കർത്തവ്യം നിർവഹിച്ചു വന്നവരാണ് ഗൃദ്ദ മല്ലിക്കുമാർ. അപ്പോൾ അവർക്ക് പേടി എന്താണെന്ന് അറിയില്ല എന്നാണ് ചേതന പറയുന്നത്. ഞാൻ ആലോചിക്കാതെ വേഗം ഉത്തരം പറഞ്ഞു. അച്ഛൻ അത് കേട്ട് വിടർന്നു ചിരിച്ചു. ഇവിടെ ഈ ഗൃദ്ദ മല്ലിക്കിന്റെ ചിരിയുടെ പിന്നിലെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം താൻ ചെയ്യുന്ന തൊഴിലിൽ വളരെയധികം അഭിമാനം കാണുന്ന ഒരാളാണ്. ഇത്ര പേരെ ഞാൻ തൂക്കിക്കൊന്നിട്ടുണ്ട്, 180-ൽ പരം ആൾക്കാരെ ഞാൻ തൂക്കിക്കൊന്നിട്ടുണ്ട് എന്ന് നിരന്തരം പറഞ്ഞ് അഭിമാനിക്കുന്ന ഒരാൾ കൂടിയാണ് ഫണി ഭൂഷൺ ഗൃദ്ദ മല്ലിക്. അപ്പോൾ തൻ്റെ മകളും
അതിന് ഉചിതമായ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു സ്വഭാവത്തിലേക്ക് അഭിമാനത്തിലേക്ക് വന്നല്ലോ എന്നുള്ള ചിരിയാണ് ഗൃദ്ദ മല്ലിക്കിന്റെ മുഖത്ത് അപ്പോഴുണ്ടായത്. ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ടോ? ഇത് മുഴുവൻ ലോകത്തെയും സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ്. ഈ ഒരു പ്രസ്താവനയെക്കുറിച്ച് നിങ്ങൾക്ക് പരീക്ഷയിൽ ചോദ്യം വന്നേക്കാം. ലോകത്തെ മുഴുവൻ സ്ത്രീകൾക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ് ഇത് എന്ന്. ഏതെങ്കിലും ഒരു മനുഷ്യജീവിക്ക്, അതായത് പരിഷ്കൃത സമൂഹത്തിലെ ഒരു മനുഷ്യജീവിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷമാണോ ഇത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല. കുറ്റകൃത്യങ്ങൾക്ക് മനുഷ്യരെ കൊന്നൊടുക്കുകയാണ് പരിഹാരം എന്ന് വരികയാണെങ്കിൽ എല്ലാവരും എന്ത് തന്നെയായി തീരും? കൊല എന്നുള്ള ഒരു നിലപാടിലേക്ക് വന്നു ചേരും. അപ്പോഴത് തെറ്റായ ഒരു തീരുമാനമാണ്. ഒരു കൊലയാളിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോൾ അയാൾ ചെയ്ത പ്രവൃത്തി എന്താണോ അത് തന്നെ അയാളോട് തിരികെ ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ ഒരാളെ കൊല്ലാൻ കിട്ടുന്ന അവസരത്തിൽ അഭിമാനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് അത് തെറ്റായ ഒരു ചോദ്യം കൂടിയാണ്. പോരാത്തതിന് ഇയാൾക്ക് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ എന്ന് കൂടി പറയുന്നുണ്ട്, ലോകത്തെ മുഴുവൻ സ്ത്രീകൾക്കും. അപ്പോൾ സ്ത്രീകൾ എല്ലാവരും ഇത്തരത്തിലൊരു അവസരം കാത്തിരിക്കുന്നവരാണോ എന്ന ഒരു ചോദ്യം കൂടി സഞ്ജീവ് കുമാർ മിത്രയുടെ ആ ചോദ്യത്തിനകത്തുള്ള ആ തന്ത്രത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഓർക്കുക. ഇതിനകത്ത് സഞ്ജീവ് കുമാർ മിത്ര എന്ന് പറയുന്ന മനുഷ്യന്റെ കഥാപാത്രം വളരെ തന്ത്രശാലിയായിട്ടുള്ള ഒരു കഥാപാത്രമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അയാൾ തൻ്റെ ന്യൂസ് ചാനലിന്റെ പ്രചാരണം മാത്രമാണ് അയാൾ ലക്ഷ്യം വെക്കുന്നത്. റേറ്റിംഗ് കൂടുന്നതിന് വേണ്ടി മാത്രമാണ് അയാൾ ഇത്തരത്തിലുള്ള ഒരു തന്ത്രം ഉപയോഗിക്കുകയും ചേതനയോടും അവരുടെ അച്ഛനോടുമൊക്കെ അടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ ചോദ്യങ്ങൾക്ക് പോലും ഒരു വിഷം കലർന്ന ഒരു മട്ടുണ്ട് എന്ന് ഓർക്കുക. നിങ്ങൾ ആരാച്ചാരായാൽ മുഴുവൻ സ്ത്രീകൾക്കും അഭിമാനിക്കാൻ സാധിക്കുമെന്ന് പറയുന്നതിന് അടിസ്ഥാനമുണ്ടോ? നോക്കൂ, അയാൾ പിന്നെയും ചോദിക്കുകയാണ്, നിങ്ങൾ ആരാച്ചാരായാൽ മുഴുവൻ സ്ത്രീകൾക്കും അഭിമാനിക്കാൻ സാധിക്കുമോ എന്ന്. ഞാൻ മുൻപ് തന്നെ പറഞ്ഞു, ഒരു മനുഷ്യജീവിയെ കൊല്ലാനുള്ള അവസരം കിട്ടുക എന്ന് പറയുന്നത് അഭിമാനിക്കാൻ വകയുള്ള ഒന്നും തന്നെയല്ല. അത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള പ്രാകൃതമായ നിയമത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതിൽ അഭിമാനിക്കാൻ ഒരു മനുഷ്യനും, അത് സ്ത്രീക്കോ പുരുഷനോ കഴിയില്ല. അയാൾ എടുത്തു ചോദിക്കുന്നത് സ്ത്രീക്ക് അഭിമാനിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ അയാൾ അതിലേക്ക് ഫെമിനിസം, സ്ത്രീവാദം ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബുദ്ധിമതിയായ ചേതന അതിനെ ഖണ്ഡിച്ചു കളയുന്നു. അവൾ അതിനെ തട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ജോലിയൊന്നുമില്ലെന്ന് ഇതോടെ തെളിയിക്കപ്പെടും. നിങ്ങളൊരു ഫെമിനിസ്റ്റ് ആണോ? എനിക്കറിഞ്ഞുകൂടാ. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ ചേതന തിരിച്ചു ചോദിക്കുകയാണ്, എനിക്കറിഞ്ഞുകൂടാ ഞാനൊരു ഫെമിനിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥമല്ല നിങ്ങൾ എടുക്കാനുള്ളത്. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്ന അവസരങ്ങളെക്കുറിച്ച്, അവകാശങ്ങളെക്കുറിച്ച് നിരന്തരം ശബ്ദമുയർത്തുന്ന, അതിനെ ചോദ്യം ചെയ്യുന്ന, സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെയോ പുരുഷന്മാരെയോ നമുക്ക് ഫെമിനിസ്റ്റ് എന്ന് വിളിക്കാം. അല്ലാതെ പുരുഷന്മാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയോ ദ്രോഹിക്കാനോ കൊല ചെയ്യാനോ ശ്രമിക്കാനോ അതിനുവേണ്ടി ആഗ്രഹിക്കുകയോ ചെയ്യുന്നവരെ നമുക്ക് ഫെമിനിസ്റ്റ് എന്നോ അല്ലെങ്കിൽ മനുഷ്യനെന്നോ വിളിക്കാൻ സാധിക്കുകയില്ല. ആ ഉത്തരം അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. താനൊരു ഫെമിനിസ്റ്റ് ആണോ എന്ന ചോദ്യം നമുക്ക് നേരെ ഉയർത്തിക്കൊണ്ടാണ് ചേതന ഗൃദ്ദ മല്ലിക് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക വനിതാ ആരാച്ചാർ എന്ന ജോലി ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. നോക്കൂ, ചേതന പറഞ്ഞിട്ടില്ല ഞാനൊരു ഫെമിനിസ്റ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ പറയൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ചേതന അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതായിട്ട് സഞ്ജീവ് കുമാർ മിത്ര സ്ഥാപിച്ചെടുക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി വളയിട്ട കൈകൾ ഒരുക്കുന്ന കുടുക്ക കഴുത്തിലണിഞ്ഞ് കാലപുരി പോകുവാനുള്ള ഭാഗ്യം അതോടെ യതീന്ദ്രനാഥ ബാനർജിക്ക് കൈവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി അയാൾ പറയുന്നത് എന്താണ്? ഒരു സ്ത്രീയുടെ കൈകൾ കൊണ്ട് മരണപ്പെടാനുള്ള അവസരം യതീന്ദ്രനാഥ ബാനർജിക്ക് കിട്ടി എന്നാണ്. പ്രേക്ഷകരോട് ഒരു കാര്യം അറിയിക്കാൻ CNC ചാനലിന് അഭിമാനമുണ്ട്. യതീന്ദ്രനാഥ ബാനർജിയുടെ തൂക്കിക്കൊല വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇനി ചേതന ഗൃദ്ദ മല്ലിക് CNC ചാനലിന്റെ കൂടെ തന്നെ ഉണ്ടാകും. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഗൃദ്ദ മല്ലിക് കുറെ നിബന്ധനകൾ മുന്നോട്ട് വെച്ചിരുന്നു. എൻ്റെ മകളുടെ പേരും മറ്റു കാര്യങ്ങളും ഒന്നും വെളിപ്പെടുത്താൻ പാടില്ല എന്ന്. പക്ഷേ ഈ ബുദ്ധിമാനായ സഞ്ജീവ് കുമാർ മിത്ര അവരുടെ വീട്ടിൽ കയറിപ്പറ്റി ചേതനയെയും ചേതനയുടെ അച്ഛനെയും സ്വാധീനിച്ച് അവളെ വിവാഹം കഴിക്കുമെന്ന് മോഹിപ്പിച്ച് ഒക്കെയാണ് അവരെ കൊണ്ട് ഈ ചാനലിന് മുന്നിൽ വരാനും വാർത്ത അവർക്ക് മാത്രമായി നൽകാനും ഒക്കെ സമ്മതിപ്പിക്കുന്നത്. അപ്പോൾ അയാളത് അഭിമാനത്തോടു കൂടി പറയുകയാണ്, ഒരു സ്ത്രീയെയും അവളുടെ വൃദ്ധനായ പിതാവിനെയും മോഹിപ്പിച്ച് പറ്റിച്ച് വലയിലാക്കി അവരെ കൊണ്ട് ഒരു മാധ്യമത്തെ അഭിമുഖീകരിക്കാമെന്ന് സമ്മതിപ്പിച്ചിട്ട് അയാൾ അഭിമാനത്തോടു കൂടി ചാനലിന്റെ മുന്നിൽ നിന്ന് പറയുകയാണ്, ഇനി എല്ലാ ദിവസവും ഈ വാർത്ത ഞങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന്. അപ്പോൾ ഒരു ചാനൽ റിപ്പോർട്ടറിന്റെ അല്ലെങ്കിൽ ഒരു ദുഷിച്ച മാധ്യമ പ്രവർത്തകന്റെ അടയാളങ്ങളാണ് നമുക്ക് ഇവിടെ സഞ്ജീവ് കുമാർ മിത്രയിൽ കാണാൻ സാധിക്കുക. ഒരു യഥാർത്ഥ മാധ്യമപ്രവർത്തകനല്ല അയാള്.
വെറും പണലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ ചാനലിൻ്റെ റേറ്റിംഗ് കൂടാൻ വേണ്ടി മാത്രം മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരു മോശപ്പെട്ട വ്യക്തിയാണ് അയാളെന്ന് മനസ്സിലാക്കുക. കാത്തിരിക്കുക. നാളെ 7:30 ബുള്ളറ്റിനിൽ യതീന്ദ്രനാഥ് ബാനർജിയെക്കുറിച്ച് പ്രത്യേക പരിപാടി. മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ള പരിഗണന പോലും നൽകാതെ അയാളുടെ ജീവിതം വരെ വിറ്റ് തിന്നുന്ന ഒരു പ്രവണതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. തുടർന്ന് ജൂൺ 1-ാം തീയതി മുതൽ എല്ലാ ദിവസവും യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല സംബന്ധിച്ച ഒരുക്കങ്ങളെക്കുറിച്ച് മുഖ്യ ആരാച്ചാരുടെ സഹായിയായി നിയമിതയായ ചേതന ഗൃദ്ദ മല്ലിക് അന്നുള്ള പുതിയ വിവരങ്ങൾ നൽകും. ഓർക്കുക, ചേതന ഗൃദ്ദ മല്ലിക് നിങ്ങളുടെ CNC ചാനലിൽ മാത്രം. ആലിപ്പൂർ കറക്ഷണൽ ഹോമിന് മുമ്പിൽ നിന്ന് ക്യാമറാമാൻ അതുൽ കിഷൻ ചന്ദ്രയോടൊപ്പം സഞ്ജീവ് കുമാർ മിത്ര. ഇവിടെ ഒരു മനുഷ്യൻ മരണപ്പെടാൻ പോവുകയാണ്. യതീന്ദ്രനാഥ ബാനർജിയാണ് മരണപ്പെടാൻ പോകുന്ന ആള്. ഈ യതീന്ദ്രനാഥ ബാനർജി എന്നും ജതീന്ദ്രനാഥ ബാനർജി എന്നും അദ്ദേഹത്തിന്റെ പേര് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെയാണ് കൊല്ലാൻ പോകുന്നത്. അയാളൊരു കൊലയാളി ആയിക്കോട്ടെ, അപകടകാരി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സ്വഭാവ വൈകൃതങ്ങളുള്ള ആളായിക്കൊള്ളട്ടെ, അയാൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, തെറ്റുതിരുത്താനുള്ള അവകാശമുണ്ട്, സമൂഹത്തിലേക്ക് തിരികെ വരാനുള്ള അവകാശവുമുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഇവിടെ സഞ്ജീവ് കുമാർ മിത്ര ചിന്തിക്കുന്നേയില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയായ ചേതന ഗൃദ്ദ മല്ലിക് അവളുടെ കൈകൾ കൊണ്ട് യതീന്ദ്രനാഥ ബാനർജിക്ക് വേണ്ടി കുരുക്കൊരുക്കി ആ കുരുക്കിൽ കിടന്ന് അയാൾ പിടഞ്ഞു മരിക്കുന്ന നിമിഷം റിപ്പോർട്ട് ചെയ്ത് ചാനലിന്റെ റേറ്റിംഗ് കുത്തനെ ഉയർത്തുക എന്നൊരു ലക്ഷ്യം മാത്രമേ അയാൾ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കണിക ഒട്ടും തന്നെ തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത ഒരു മനുഷ്യജീവിയാണ് ഈ സഞ്ജീവ് കുമാർ മിത്ര. ദുഷിച്ച മാധ്യമ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ അടയാളവും കൂടിയായി തീരുകയാണ് അയാൾ. അതുപോലെ തന്നെ കൊൽക്കത്ത നഗരത്തിന്റെ ദാരിദ്ര്യം മുഴുവനും പേറുന്നയാളാണ് ചേതന ഗൃദ്ദ മല്ലിക്കും അവരുടെ കുടുംബവും. അങ്ങനെയുള്ള ചേതന ഗൃദ്ദ മല്ലിക്കിന്റെ ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടിനെയും ഗതികേടിനെയും മുതലെടുക്കുന്ന കോർപ്പറേറ്റ് കുത്തകകളെയും മാധ്യമങ്ങളെയും കൂടി ഈ നോവൽ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. തുടർന്ന് ഈ പാഠഭാഗത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഉത്തര മാതൃകകളാണ് വരുന്നത്. ഉത്തരങ്ങൾ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അവയെ മുൻനിർത്തി നിങ്ങളുടെ ഉത്തരങ്ങൾ സ്വന്തമായി രൂപീകരിക്കാനും ശ്രദ്ധിക്കണം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.